നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പി ഏറ്റവും വലിയ രീതിയിൽ പ്രതീക്ഷ കൽപ്പിക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം. വർഷങ്ങളായിട്ട് തന്നെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിന് അങ്ങനെ ഒരു ചരിത്രം തന്നെയാണ്. ബി.ജെ.പി 15 വർഷമായിട്ട് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു മണ്ഡലം. നിയമസഭയുടെ ഒരു അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CPM-ന് വലിയ മേൽക്കൈയുള്ള 7 നിയോജക മണ്ഡലങ്ങൾ കൂടിച്ചേർന്ന ഈ പാർലമെന്റ് മണ്ഡലത്തിൽ 7-ൽ 6 CPM ആണ് ഭരിക്കുന്നത്, ഒരെണ്ണം UDF കോൺഗ്രസും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്ന ഒരു വളരെ വിചിത്രപരമായിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലം തന്നെയാണ്. പക്ഷെ ഇവിടെ ബി.ജെ.പി ഇത്തവണ ഇറക്കിയ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ നിലവാരം, ഇതെല്ലാം എടുത്തു നോക്കുമ്പോൾ ഈ 7-ൽ ബൂത്ത് തല കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബി.ജെ.പി കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിൽ അവരുടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള പ്രഭാരിമാർ അവതരിപ്പിച്ച കണക്കുകൾ പറയുന്നത് ഈ 7-ൽ 6 നിയോജക മണ്ഡലം, കോവളം നിയോജക മണ്ഡലം ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ബി.ജെ.പി മുന്നിട്ട് നിൽക്കും, ബി.ജെ.പിക്കാണ് മേൽക്കൈ എന്നുള്ള തരത്തിലേക്കാണ്. അപ്പൊ ഇത് വെറുതെ അങ്ങോട്ട് പറയുന്നതല്ല, ആ പറഞ്ഞതിന്റെ ഉദാഹരണം തന്നെയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ നടന്നിരിക്കുന്നത്. അവർ പറയുന്നത് ശശി തരൂരിന് വേണ്ടി ബൂത്ത് തലത്തിൽ ബൂത്തിൽ ഇരിക്കാൻ പോലും ഇലക്ഷൻ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള 230 ബൂത്തുകളിൽ പോലും ആളുകളെ കിട്ടാനുണ്ടല്ലോ. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണം, 230 അവർ പറയുന്ന കണക്കാവും ആ കണക്ക് ഏറ്റവും കുറവായിരിക്കും. ഇനിയും ഒരുപാട് ബൂത്തുകൾ ഇതേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ബൂത്തിൽ ഇരിക്കാൻ ആളില്ലെങ്കിൽ ബൂത്തിൽ എന്ത് പ്രവർത്തനം നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടി നമ്മൾ നോക്കിക്കാണണ്ടേ. ബൂത്ത് തലത്തിൽ യാതൊരുവിധ പ്രവർത്തനവും നടക്കാതെ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ വൺമാൻ ഷോ മാത്രമാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നെന്നുള്ള തർക്കമില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ അവർക്ക് ജനങ്ങൾ ആർക്കായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് 30,000-ന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുമെന്നുള്ള ഒരു കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഈ കണക്കുകൾ പറയുമ്പോൾ പന്ന്യൻ രവീന്ദ്രനെ പോലെ ഇടതുപക്ഷത്തിന്റെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയോടെ മത്സരിക്കുന്നു. ആ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം പോലും നമ്മൾ കണ്ടതാണ്. നിലവിൽ ഇവിടെ ബി.ജെ.പിക്കാണ് ഇപ്പോഴത്തെ ഒരു വലിയ ട്രെൻഡ് നിൽക്കുന്നത്. ബി.ജെ.പി തന്നെയാണ് എല്ലാ കാര്യത്തിലും മുന്നിൽ. അപ്പൊ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഒരു കാര്യം വ്യക്തമാണ്, നിലവിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച ആശയങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കാതെ മൂന്നാമതും നാലാമതുമാക്കി 30,000, 25,000, 42,000 വോട്ടുകൾക്ക് മാത്രം ഇവിടെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തെ ദേശീയ തലത്തിൽ നരേന്ദ്രമോദി എല്ലാം മുന്നോട്ട് വെക്കുന്ന ആശയത്തെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഹൃദയത്തിലേറ്റിക്കുകയാണ്. കേരളത്തിലെ ബി.ജെ.പിയുടെ നേതാക്കന്മാർ പോരാ, ബി.ജെ.പിയുടെ പ്രവർത്തനം പോരാ, ബി.ജെ.പിയുടെ സംവിധാനങ്ങൾ പോരാ എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഒരു സംസ്ഥാനത്തെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് ജനങ്ങളെ മനസ്സിനെ പോലും മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന തിരുവനന്തപുരത്തെ പ്രവർത്തനം. ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കേരളത്തിൽ പ്രവർത്തന രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ആളൊന്നുമില്ല. അദ്ദേഹം ദേശീയ തലത്തിൽ കേന്ദ്രമന്ത്രിയാണ്, അതോടൊപ്പം കർണാടകയിൽ നിന്നുള്ള MP ആണ്. കർണാടകയിൽ നിന്ന് MP ആണ് എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യയിൽ പല TV ചാനലുകളെയും മുഖ്യമായിട്ടുള്ള ഷെയർ ഹോൾഡറുള്ള വ്യക്തിയാണ്. കേരളത്തിലെ ഏഷ്യാനെറ്റിൽ പോലും പ്രധാന ഷെയർ ഹോൾഡർ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വ്യക്തിയെ അപ്രതീക്ഷിതമായിട്ട് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് നിർത്തണമെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യം ബോധ്യപ്പെടും, അത് വെറുതെ ഒരു തമാശക്ക് കൊണ്ടു നിർത്തിയിരിക്കുന്നല്ല. ആ തമാശ എന്ന് പറയുന്ന സംവിധാനത്തെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വിജയിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിയിരിക്കുന്നു. ദേശീയ തലത്തിൽ ബി.ജെ.പി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ യഥാർത്ഥത്തിലുള്ള ഒരു എലക്ഷൻ പേരുണ്ട് ബി.ജെ.പിയുടെ ഒരു, അല്ലെങ്കിൽ അംശയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ബി.ജെ.പിയുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ആ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൃത്യമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിച്ച ഒരേ ഒരു പാർലമെന്റ് മണ്ഡലം അത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരമാണെന്നുള്ള തർക്കമില്ല. അതുപോലെ ഒരാഴ്ച കൊണ്ട് തന്നെ ശശി തരൂരിന്റെ എല്ലാ മേൽക്കൈകളും തകർന്നടിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തിനാവശ്യം രാജീവ് ചന്ദ്രശേഖരനെ ആണെന്നുള്ള ഒരു പ്രതീതി അവിടുത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടെത്തിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചു എന്നുള്ള യാതൊരു തർക്കമില്ല. ആ ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ 30,000-ന് മുകളിൽ വോട്ടുകൾക്കെങ്കിലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വിജയിക്കുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനകളുമായിട്ട് ബി.ജെ.പിയുടെ നേതൃത്വം ആധികാരികമായിട്ടുള്ള പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്.